ഓരോ വർഷത്തെയും ആദ്യത്തെ സമ്മേളനത്തിലും ഓരോ നിയമസഭയുടെയും ആദ്യത്തെ സമ്മേളനത്തിലും, അതായത് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് പുതുതായിട്ട് രൂപീകരിക്കുന്ന നിയമസഭയുടെ സമ്മേളനത്തിലും സംസ്ഥാന ഗവർണർ നിയമസഭയെ അഭിസംബോധന ചെയ്ത് പ്രസംഗിക്കണം എന്ന് ഭരണഘടനയുടെ 176 അനുച്ഛേദത്തിൽ വ്യവസ്ഥ ചെയ്തിട്ടുണ്ട്. ഈ പ്രസംഗം ഗവർണർ തൻ്റെ ഇഷ്ടപ്രകാരം നടത്തുകയല്ല ചെയ്തത്. അദ്ദേഹത്തിന് സംസ്ഥാന സർക്കാർ തയ്യാറാക്കി കൊടുക്കുന്ന പ്രസംഗം അദ്ദേഹത്തിന് ബോധ്യപ്പെട്ട് അദ്ദേഹം ഒപ്പിട്ടതിന് ശേഷം ഔപചാരികമായിട്ട് നിയമസഭയിൽ കൊണ്ടുവന്ന് വായിക്കുകയാണ് ചെയ്തത്. ഇത് കഴിഞ്ഞ കാലങ്ങളിൽ സർക്കാർ ചെയ്ത കാര്യങ്ങളും ഇനി ചെയ്യാൻ പോകുന്ന കാര്യങ്ങളും സംബന്ധിച്ച ഒരു നയരേഖയായിരിക്കും എന്നാണ് സങ്കല്പം. പക്ഷേ പലപ്പോഴും നമുക്കറിയാം ഇത് വളരെ രാഷ്ട്രീയ ഉദ്ദേശത്തോടെ തയ്യാറാക്കപ്പെടുന്നതാണ്. പലപ്പോഴും കേന്ദ്ര ഗവൺമെൻറ്റിനെ വിമർശിച്ചുകൊണ്ടുള്ള പരാമർശങ്ങൾ അതിൻ്റെ അകത്തുണ്ടാവും. ചിലപ്പോഴൊക്കെ മുൻ സർക്കാരുകളെ കുറ്റപ്പെടുത്തുന്ന ഭാഗങ്ങളുണ്ടാവും. ഇതൊന്നും ശരിയായ രീതിയിൽ ചെയ്യുന്നതല്ല, അനുചിതമായ പരാമർശങ്ങളാണ്. പക്ഷേ അങ്ങനെ പലപ്പോഴും ഉണ്ടാകാറുണ്ട്. ഗവർണർമാർക്ക് ഇത് താല്പര്യമുണ്ടെങ്കിൽ ഇല്ലെങ്കിലും നിയമസഭയിൽ വായിക്കുക എന്നുള്ളതാണ് ഒരു സാധാരണ നടപടി. പലപ്പോഴും ഇതിങ്ങനെ എഴുതി തീരാതെ കാളമൂത്രം പോലെയുള്ള നയപ്രഖ്യാപനങ്ങൾ എഴുതി കൊടുത്ത് പരമവിരസമായ രീതിയിൽ ഗവർണർമാരെ അവരും താല്പര്യത്തോടെ അല്ല ഇത് വായിക്കുന്നത്. അത് നിയമസഭയിൽ കൊണ്ടുവന്ന് വായിക്കും. ഇപ്പോൾ നിയമസഭയൊക്കെ എയർ കണ്ടീഷൻ ചെയ്തതായതുകൊണ്ട് ഈ കൊച്ചു വെളുപ്പാങ്കാലത്താണ് സഭ ആരംഭിക്കുന്നത് എന്നുള്ളതുകൊണ്ട് പല MLA അവിടെ നിന്ന് ഉറങ്ങിപ്പോവുകയും ചെയ്യാറുണ്ട്. പണ്ട് നമ്മുടെ കൊടുങ്ങല്ലൂർ MLA ആയിരുന്ന ഉമേഷ് ചള്ളിയിൽ ഉറങ്ങുക മാത്രമല്ല അത്യുച്ചത്തിൽ കൂർക്കം വലിക്കുകയും ചെയ്തു എന്നുള്ളത് അന്ന് വാർത്തയായി. ഗവർണർ ഭാട്ടിയ ഉള്ള സമയത്താണ്. ഭാട്ടിയ പ്രസംഗം കേട്ട് ഉമേഷ് ചള്ളിയിൽ ഉറങ്ങുമ്പോൾ അദ്ദേഹത്തെ KK ഷാജു അടുത്ത് ചെന്ന് തട്ടി ഉണർത്തി. അത് കഴിഞ്ഞ് അദ്ദേഹം ഞെട്ടി ഉണർന്ന് ഇതെവിടെയാണെന്ന് ഓർമ്മയില്ലാതെ ഈ ചുറ്റുപാടും ഇരിക്കുന്നവരെ പകച്ച് നോക്കുന്നുണ്ടായിരുന്നു എന്നാണ് പിറ്റേ ദിവസം ദേശാമാന്യയിൽ റിപ്പോർട്ട് ചെയ്തത്. അപ്പോൾ അത്രയും ബോറം പ്രസംഗമാണ് ഈ ഗവർണർമാരെ എഴുതി കൊണ്ടുവന്ന് വായിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ വിരസമായ ചടങ്ങിനെ പരമാവധി ചുരുക്കി ഒരു പാരഗ്രാഫിൽ ഒതുക്കുകയാണ് നമ്മുടെ ആരിഫ് മുഹമ്മദ് ഖാൻ എന്ന ഇപ്പോഴത്തെ കേരള ഗവർണർ ചെയ്തിട്ടുള്ളത്. ഗവർണറും മുഖ്യമന്ത്രിയും തമ്മിൽ, ഗവർണറും കേരള സർക്കാരും തമ്മിൽ കഴിഞ്ഞ കുറേ കാലമായിട്ട് വലിയ വടംവലി നടന്നുകൊണ്ടിരിക്കുകയാണ് നമുക്കറിയാം. നിയമസഭ പാസ്സാക്കിയ പല ബില്ലുകളും അദ്ദേഹം ഒപ്പിടാൻ കൂട്ടാക്കിയിട്ടില്ല. സുപ്രീം കോടതിയെ സമീപിച്ചപ്പോൾ ഇത് എല്ലാം കൂടി ഇവിടുന്ന് കുത്തിക്കെട്ടി ഡൽഹിയിലേക്ക് അയച്ചു. ഇപ്പോൾ രാഷ്ട്രപതിയുടെ മേശപ്പുറത്ത് അതങ്ങനെ പൊടി പിടിച്ചിരിക്കുകയാണ്. ഇനി രാഷ്ട്രപതിയെ കൊണ്ടുപിടിക്കാൻ വേണ്ടി കേരള ഗവൺമെൻറ് വേറെ കേസ് കൊടുക്കുമെന്ന് നമുക്കറിയില്ല. സർവകലാശാലകളെ സംബന്ധിച്ച് പല തർക്കങ്ങളുമുണ്ട്. നേരത്തെ സാങ്കേതിക സർവകലാശാലയുടെ വൈസ് ചാൻസലറായിട്ട് നിയമിക്കപ്പെട്ട രാജശ്രീ രാജിവെച്ച് പോകേണ്ടി വന്നു. അപ്പോൾ ഗവർണർ തൻ്റെ ഇഷ്ടപ്രകാരം ഒരു താൽക്കാലിക VCയെ നിയമിച്ചു. അതുമായി ബന്ധപ്പെട്ട് ഒരുപാട് തർക്കങ്ങളുണ്ടായി. അങ്ങനെ നിയമിക്കപ്പെട്ട സിസ തോമസ് എന്ന പ്രൊഫസർക്ക് അവരുടെ പെൻഷൻ ഗ്രാറ്റുവിറ്റി ഇതുവരെ കൊടുത്തിട്ടില്ല. സർക്കാർ അവരെ കൊണ്ട് കഴിയുന്ന എല്ലാ രീതിയിലും പീഡിപ്പിക്കുകയാണ്. അതൊരു ഭാഗത്ത് നടക്കുന്നു. അതിനിടയിലാണ് ഇദ്ദേഹത്തിൻ്റെ കണ്ണിലെ കരടായി മാറിയ ഗോപിനാഥ് രവീന്ദ്രൻ സുപ്രീം കോടതി വിധിയെ തുടർന്ന് കണ്ണൂർ സർവകലാശാലയിൽ നിന്ന് പുറത്തു പോകേണ്ട അവസ്ഥയുണ്ടായത്. ഇങ്ങനെ പലതരത്തിലുള്ള പല പ്രശ്നങ്ങളും നടക്കുന്നു. ഗവർണർ സുപ്രീം കോടതി വിധിയുടെ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തിന് താല്പര്യമുള്ള ആളുകളെ സെനറ്റിലേക്ക് നാമനിർദ്ദേശം ചെയ്യുന്നു. അവർ SFIക്കാർ തടയുന്നു. ഗവർണറെ തന്നെ വഴിയിൽ തടയുന്നു. കേരള ചരിത്രത്തിൽ ഒരിക്കലും ഒരു ഗവർണർക്ക് ഇതുപോലെ പുറത്തു വെച്ച് കരിങ്കൊടി കാണിക്കുകയോ ഗവർണറെ വഴിയിൽ തടയുകയോ ചെയ്ത സംഭവം ഉണ്ടായിട്ടില്ല. അപ്പോൾ അഭൂതപൂർവമായ സംഭവങ്ങളാണ് രണ്ട് ഭാഗത്തും ഉണ്ടാകുന്നത്. ഗവർണറെ കരിങ്കൊടി കാണിക്കുന്നതും വഴിയിൽ തടയുന്നതും വാഹനത്തെ ആക്രമിക്കുന്നതൊക്കെ കേരളത്തിൽ മുമ്പ് പരിചയമില്ലാത്ത കാര്യങ്ങളാണ്. അങ്ങനെ ഇത് ചെയ്ത് പോലീസ് അറസ്റ്റ് ചെയ്ത ആളുകൾ ജയിൽ മോചിതരായിട്ട് വരുമ്പോൾ അവരെ ജയിലിൻ്റെ കവാടത്തിൽ ചുവന്ന മാല അണിയിച്ച് സ്വീകരിക്കുന്നു. പാർട്ടിക്കാർ പ്രകടനമായിട്ട് ഇവരെ ആനയിച്ചു കൊണ്ടുപോകുന്നു. ഇതൊന്നും പതിവില്ലാത്തതാണ്. അപ്പോൾ ഇങ്ങനെ പതിവില്ലാത്ത ഒരുപാട് കാര്യങ്ങൾ ഒരേ സമയത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. അതിനിടയിലാണ് ഗവർണർ മിഠായി തെരുവിൽ പോയിട്ട് ഒരു കാൽനട യാത്ര സംഘടിപ്പിക്കുന്നു. അങ്ങനെ മൊത്തത്തിൽ ഇത് വലിയ ഒരു വിവാദമായിട്ട് നിൽക്കുകയാണ്. അതിൻ്റെ ഒരു ഇതുവരെ ഉള്ളതിൽ അവസാനത്തെ രംഗമാണ് നിയമസഭയിൽ അരങ്ങേറിയത്. അദ്ദേഹം 1 മിനിറ്റിൽ താഴെ സമയമെടുത്ത് ഈ നയപ്രഖ്യാപനത്തിൻ്റെ അവസാനത്തെ ഖണ്ഡിക മാത്രം വായിച്ച് അവിടെ നിന്ന് ഇറങ്ങിപ്പോയി എന്നുള്ളതാണ്. ഇതുവഴിക്ക് അദ്ദേഹം നിയമസഭയെ അവഹേളിച്ചു എന്ന് ഭരണപക്ഷക്കാർ മാത്രമല്ല പ്രതിപക്ഷക്കാരും പറയുന്നുണ്ട്. സത്യത്തിൽ ഈ ഗവർണറെ കഴിയുന്ന എല്ലാ രീതിയിലും അവഹേളിക്കാനാണ് ഇവിടുത്തെ സർക്കാർ ആദ്യം മുതലേ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹത്തെ കഴിയുന്ന രീതിയിൽ അദ്ദേഹം തിരിച്ചടിച്ചു എന്ന് വേണം മനസ്സിലാക്കേണ്ടത്. ഈ രണ്ടു കൂട്ടരും മത്സരിച്ചിട്ടാണ് നമ്മുടെ ഭരണഘടന അല്ലെങ്കിൽ ജനാധിപത്യ വ്യവസ്ഥിതിയെ അപഹാസ്യമാക്കി മാറ്റിക്കൊണ്ടിരിക്കുന്നത്.